അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാല് മീൻ ചുടലാണ്. അപ്പൊ ഞാൻ മീൻ വാങ്ങിക്കാല്ല അജ്മാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പൊ ആടെ എത്തിയിട്ടാകുമ്പോ അജ്മാൻ മാർക്കറ്റ് ഉച്ച സമയത്തില്ല, വൈകുന്നേരമാണ്. അങ്ങനെ ആടെ നേരെ നമ്മ സഫാരി മാളിലേക്ക് വിട്ട്. 3 കസിനുണ്ട്, ഒരു കസിന്റെ മോനും ഉണ്ട്. അങ്ങനെ ആടെ എത്തിയിട്ട് നമ്മ വലിയ 3 മീൻ വാങ്ങിച്ച്. ഒന്ന് കാളാഞ്ചി, പിന്നെ മറ്റേ 2 എന്തോ ഒരു പേരുണ്ട്. പേരും മറന്നുപോയി. എന്നാലും മോശമില്ല, കാളാഞ്ചിന്റെ അത്ര പോരാ മീൻ. ഫസ്റ്റ് ടൈമാണ് ഈ മീൻ കഴിക്കുന്നത്. പക്ഷെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാളാഞ്ചി കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം നോക്കാം എങ്ങനെയുണ്ടെന്ന്. 3 അത്യാവശ്യം വലിയ വലിപ്പമുണ്ട് മീൻ. 5 കിലോയുടെ അടുത്തുണ്ട് 3 മീൻ കൂട്ടിയാൽ. അപ്പൊ ഇപ്പളേ മസാല ഇട്ടിട്ട് വെക്കാലോ. 2-3 മണിക്കൂർ മസാല ഇട്ട് വെച്ചാൽ നല്ല മസാല പിടിക്കുകയും ചെയ്യും മീനിന്. അപ്പൊ ഇതിലേക്ക് ഞാൻ 2 മസാലയാണ് ആക്കുന്നത്. ഒന്ന് പച്ച മസാല, ഒന്ന് ചുവന്ന മസാല. പച്ച മസാല പുതിന, മല്ലിയില, ഒരു കഷ്ണം തക്കാളി, ഒരു കഷ്ണം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം നാരങ്ങ. അത് അവസാനം പിഞ്ഞാൽ ഇതിലേക്ക് പിഞ്ഞാൽ അതിന്റെ വിത്ത് കൊണ്ട് കയ്പ്പ് വരും. അതെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്ത ശേഷം നമുക്ക് ഒരു ഇത്തിരി മഞ്ഞപ്പൊടി, ഇവിടെ ഇടേണ്ട ആവശ്യമില്ല, എന്നാൽ ചെറിയൊരു ഇതിന് പേരിന്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ പെപ്പർ പൊടി 1 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകമില്ലേ അത്, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുത്ത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇത് മറ്റേ മസാല ഉണ്ടാക്കാം. ഇതിലൊക്കെ തന്നെ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം തക്കാളി, ചെറിയൊരു ഉള്ളി, അതെല്ലാം ഒന്ന് അരച്ചെടുക്കാം നമ്മൾക്ക്. ഫസ്റ്റ് പച്ചമുളക് ഇടാൻ മറന്നുപോയി, അങ്ങനെ ഇപ്പ് ഇട്ടേന്. എന്നിട്ട് അതിലൊക്കെ തന്നെ മുറിച്ച് മസാലപ്പൊടികൾ ഇടാം. ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി മുളക് ഇട്ടിന്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, 2 സ്പൂൺ ഇട്ടിന് കേട്ടാന്. പിന്നെ 1 ടീസ്പൂണ് പെപ്പർ പൊടി, പിന്നെ 2 ടീസ്പൂണ് വലിയ ജീരകം, 2 ടീസ്പൂൺ ഉണ്ടാവും, പിന്നെ കുറച്ച് സുർക്ക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. 2 ടീസ്പൂൺ ആയിട്ടിന്, പിന്നെ വേണം നോക്കിയിടാം. അപ്പൊ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടിയില്ലേ. ഞാൻ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കിന്. ഞാൻ 1 മീനിലേക്ക് ഈ മസാല ഇടുന്നുണ്ട്, പച്ച മസാല. ബാക്കി 2 മീനിലേക്ക് മറ്റേ ചുവന്ന മസാല ആക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാലോ. ശരിക്കും പറഞ്ഞാൽ കുരുമുളക്, പച്ച കുരുമുളക് തന്നെ വേണം. അപ്പൊ അതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. നമുക്ക് ഇനി കിട്ടാതെ കൊണ്ട് കറുത്ത കുരുമുളക് കിട്ടും. എന്നിട്ട് അത് അടമാസമായിട്ട് മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് ഇതിൽ 2ലേക്ക് ഈ മസാല ഇടാം. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഈ മസാല ഉണ്ടാക്കി. ലാസ്റ്റ് ചിലപ്പോൾ ആവശ്യം വരും. ലാസ്റ്റ് ചിക്കനും ചുടുമ്പോൾ ഏകദേശം ഇതേപോലെ മസാല ആക്കുക. ചെറിയൊരു മാറ്റം വരുത്തുന്നേ ഉള്ളൂ. പെരുന്നാൾ ലീവാണ്, അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല മജയാണ്. അപ്പൊ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഉറക്കം, പെരുന്നാൾ ലീവ് ഉണ്ടായ ഫുള്ള് പുറത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഫുള്ള് ഉറക്കം ഉണ്ടായിട്ടില്ല. അങ്ങനെ എഡിറ്റ് ചെയ്യാനും കുറേ ലേറ്റ് ആയി പോയി. അങ്ങനെ മസാല ആക്കിയിട്ടില്ല. ഞാൻ ആദ്യം ഒരു ഫോയിലില്ലേ, ഫോയിലൊന്ന് ചുറ്റി വെക്കാം നമുക്ക്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക. മറ്റേ പൊടിഞ്ഞു പോകും. മീനാകുമ്പോൾ ചിക്കന് പോലെ അല്ലല്ലോ, മീനാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ചുറ്റി 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നല്ല മസാല ഒക്കെ മീനെ ഫുള്ള് പൊടിക്കുകയും ചെയ്യും. ഇപ്പൊ മീൻ ചൂടുന്ന ഇച്ചാന്റെ റൂമെന്ന്, നേരത്തെ മസാല ആക്കിയത് കസിന്റെ റൂമെന്ന്. ഓരോ അടുത്തടുത്ത് തന്നെ റൂം വെക്കും. 2 വില്ലയാണ്. അപ്പൊ വില്ലയാകുമ്പോ പുറത്തെല്ലാം സൗകര്യമുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഭയങ്കര ശ്രദ്ധിക്കണില്ല, പെട്ടെന്ന് പൊടിഞ്ഞോ മീനല്ലേ. ഇപ്പൊ നമ്മുടെ മീൻ റെഡി ആയി. തുറന്നു നോക്കാം എങ്ങനെയുണ്ട് ഫസ്റ്റ്. ഞാനും എൻ്റെ ഒരു കസിനാണ് തുറക്കുന്നുള്ളത്. ഒരു സൈഡ് ഭയങ്കര ചൂടുമുണ്ട്. കണ്ടില്ല, സെറ്റാണ്. ഇത് അടിപൊളിയാണ്. മറ്റേത് എങ്ങനെ നോക്കട്ടെ. കാളാഞ്ചി അടിപൊളി. നമ്മ പൊതുവെ കാളാഞ്ചി തന്നെ വാങ്ങിക്കല്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം വാങ്ങിച്ചത്. പക്ഷെ എങ്ങനെയുണ്ട് നോക്കണം എങ്ങനെയുണ്ട്. മീന് ടേസ്റ്റ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വാങ്ങിക്കും, ഇല്ലെങ്കിൽ ഒഴിവാക്കും. അപ്പൊ അതിന് കുറച്ച് വെള്ളം ഇറങ്ങി, കണ്ടില്ലേ. കുറച്ച് എന്തല്ല, മീനിൽ കുറച്ച് വെള്ളം കൂടുതൽ, എന്തെന്ന് അറിയില്ല. എന്നാലും മീനിലൊക്കെ നല്ല മസാല പൊടിച്ചിന്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി. നമ്മ കുറച്ച് കറി ഉണ്ടാക്കിനെ പെപ്പറില്, ചിക്കൻ്റെ ലിവറും ഗിസാഡും ഇട്ടിട്ട് ഒന്നിച്ചിട്ട്. അല്ല, മീനിനാകുമ്പോ കുറച്ചൊരു ചെറിയ ഗ്രേവി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് കുറച്ച് കറി വെച്ച് ഉണ്ടാക്കിയപ്പോ കാളാഞ്ചി എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ മറ്റേ മീൻ വലിയ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. എന്നാലും മോശമില്ല, വലിയ പറയാൻ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. മീനായതോട്ട് തീർന്ന് വഴി കണ്ടിട്ടാ നോക്കിയാ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ.